കുഴഞ്ഞു പോവാതെ നമുക്ക് സദ്യ സ്പെഷ്യൽ ഒരു അവിയൽ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കയ്യിലുള്ള എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ നീളത്തിൽ നേറിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും അതുപോലെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി മിക്സാക്കി വെക്കാം. അപ്പോൾ ദേ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലപോലെ മിക്സായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവിപാത്രത്തിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കാരണം അത്രയും നേർങ്ങനെയാണല്ലോ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ ഒരു സമയം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. തേങ്ങയിലേക്ക് ഒരു 5-6 ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും പിന്നെ കരിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചട്ടിയിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ച് വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ അധികം ഉടയാതെ മെല്ലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് കുറച്ച് സമയം ഒന്ന് ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് അവിടെ തന്നെ അങ്ങ് വെക്കാം കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോൾ ഉണ്ടാക്കുന്നതിലും ഒരു സ്പെഷ്യൽ തന്നെയല്ലേ ഇത്. വാഴയില ഉണ്ടെങ്കിൽ ആവിയിൽ വേവിക്കുമ്പോൾ പച്ചക്കറി വാഴയിലയിൽ വെക്കുന്നതായിരിക്കും കുറച്ചൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.